ഈ റൂമിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഫുൾ കബോർഡാണ്. ഈ കബോർഡ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം നമുക്ക് ഈ ഒരു വാൾ ഫുള്ള് കവർ ചെയ്യുന്നൊരു റിക്വയർമെൻറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ ഫുള്ളി കവർ ചെയ്തേക്കുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ 3 ഡോർ വാർഡ്രോബാണ് നമ്മൾ സ്റ്റോറേജ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഈ 2 ഡോറിൽ നമ്മൾ സാരി റാക്ക് പ്രൊവൈഡ് ചെയ്തു. അതേപോലെ തന്നെ സിംഗിൾ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ബോട്ടത്തിൽ നമ്മൾ ഡ്രോയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ കബോർഡ്സിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ലോഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻവിസിബിൾ ഒരു സ്റ്റോറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മിററിൻ്റെ തൊട്ട് ബാക്കിൽ നമുക്ക് പൗഡേഴ്സ് അതേപോലെ സ്പ്രേ ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു ഇൻവിസിബിൾ സ്റ്റോറേജ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു പ്രോ ലിഫ്റ്റ് ആയിട്ടുള്ളൊരു മിനി സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കബോർഡിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു മിനി സ്റ്റോറേജ് അതേപോലെ തന്നെ നിഷും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ക്യൂൻ സൈസ് കോട്ടാണ്. കാരണം ഇത്തിരി വിട്ട് കുറഞ്ഞിട്ടുള്ള റൂം ആയതുകൊണ്ട് അപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു ക്യൂൻ സൈസ് കോട്ടാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിഷിലേക്ക് തന്നെ ബെഡ് നമ്മൾ ഉള്ളിലേക്ക് തന്നെ പ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ ക്യൂൻ സൈസ് കോട്ടിൻ്റെ ബോട്ടത്തിൽ നമ്മളൊരു സൈഡ് ഡ്രോയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് ഡ്രോയർ നമ്മൾ ട്രോളിയിലാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് വെയിറ്റ് ഇതിനകത്തിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ റൂമിൽ പ്ലാൻ ചെയ്തേക്കുന്ന വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് സ്പേസ് ആണ്. നമുക്കൊരു വർക്ക് സ്പേസിൻ്റെ ബോട്ടത്തിൽ തന്നെ നമ്മൾ 3 ഡ്രോയർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഡ്രോയർ സിസ്റ്റം എല്ലാം നമ്മൾ സോഫ്റ്റ് ക്ലോസിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടോപ്പിലും നമ്മൾ സ്റ്റോറേജസ് മാക്സിമം സ്റ്റോറേജസ് ടോപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്.